ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ കർഷകരെ ചൂഷണം ചെയ്യുവാനും കൂടുതൽ ലാഭം കൊയ്യാനുമായി പ്രധാനമായും 3 ഭൂനികുതി വ്യവസ്ഥകളാണ് നടപ്പിലാക്കിയത്. കേരള PSC പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥകൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കിതിനെപ്പറ്റി സംസാരിക്കാം. വെൽക്കം ടു KPSC 2.0. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥകൾ. ആദ്യം നമ്മൾ പഠിക്കുന്നത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. വർഷം 1973 ഈ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. നടപ്പിലാക്കിയ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു. ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. സെമീന്ദാരി സമ്പ്രദായം എന്നുകൂടി ഇത് അറിയപ്പെടുന്നു. ഈ ഭൂനികുതി വ്യവസ്ഥയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വ്യവസ്ഥയിൽ ബ്രിട്ടീഷുകാർക്കും കർഷകർക്കും ഇടയിൽ ഇടനിലക്കാരായി സെമീന്ദാർമാരെ നിയമിച്ചു. അതുകൊണ്ട് തന്നെയാണിത് സെമീന്ദാരി സിസ്റ്റം അല്ലെങ്കിൽ സെമീന്ദാരി സമ്പ്രദായം എന്നും അറിയപ്പെടുന്നത്. സെമീന്ദാർമാർ കർഷകരിൽ നിന്ന് ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ച് ബ്രിട്ടീഷുകാർക്ക് നൽകി. വിളവ് കൂടിയാലും കുറഞ്ഞാലും മുൻകൂട്ടി നിശ്ചയിച്ച നികുതി കൃത്യസമയത്ത് കർഷകർ സെമീന്ദാർമാർക്കും സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്കും നൽകണമായിരുന്നു. അടുത്തതായി നമ്മൾ പഠിക്കുന്നതാണ് റൈറ്റ് വരി സമ്പ്രദായം. 1820 ഇത് നടപ്പിലാക്കിയത്. നടപ്പിലാക്കിയവർ തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ് തുടങ്ങിയവരാണ്. നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ദക്ഷിണേന്ത്യയും ഡെക്കാൻ പ്രദേശങ്ങളുമാണ്. അതായത് മദ്രാസ്, ബോംബെ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. ഈ വ്യവസ്ഥയിൽ കർഷകരെയാണ് യഥാർത്ഥ ഭൂവുടമകളായി പരിഗണിച്ചത്. ഇതിൽ സെമീന്ദാർമാർ പോലെയുള്ള ഇടനിലക്കാർ ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ നേരിട്ട് കർഷകരിൽ നിന്നും നികുതി പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അടുത്തതായി നമുക്ക് മൂന്നാമത്തെ ഭൂനികുതി വ്യവസ്ഥ ഏതാണെന്ന് നോക്കാം. അത് മകൾവാരി സമ്പ്രദായം. 1822 ഈ സമ്പ്രദായം ആരംഭിച്ചത്. നടപ്പിലാക്കിയ വ്യക്തി ഹോൾട്ട് മെക്കൻസി. നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് തുടങ്ങിയവയാണ്. അതായത് വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിലാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. ഇനി ഇവയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഗ്രാമത്തെ മുഴുവനായി ഒരു യൂണിറ്റ് എന്ന രീതിയിലാണ് ഇവിടെ നികുതി നിശ്ചയിച്ചിരുന്നത്. ഗ്രാമത്തലവനായിരുന്നു ഗ്രാമത്തിലെ മുഴുവൻ നികുതിയും പിരിച്ച് ബ്രിട്ടീഷുകാർക്ക് നൽകേണ്ടിയിരുന്നത്. ഏതെങ്കിലും ഗ്രാമം നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ ആ ഗ്രാമത്തെ മുഴുവൻ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുമായിരുന്നു. ഈ ഭൂനികുതി വ്യവസ്ഥകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ SCERTയിലെ 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന ചാപ്റ്ററിലാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു ടേബിളായിട്ട് നമുക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമായ രീതിയിലാണ് ഈ ഡേറ്റാസ് എല്ലാം നൽകിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് 3 ഭൂനികുതി വ്യവസ്ഥകളെക്കുറിച്ചാണ് പഠിച്ചത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവയാണ്. കോൺവാലിസ് പ്രഭുവാണ് ഇത് നടപ്പിലാക്കിയ വ്യക്തി. അതിന് പ്രധാന സവിശേഷതകൾ: ഭൂവുടമകളായിരുന്നു സെമീന്ദാർമാർ. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ അവർ നികുതി പിരിച്ചു. വിളവിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകി പോന്നു. അടുത്തതായി നമ്മൾ പഠിച്ചത് റൈറ്റ് വരി സമ്പ്രദായമായിരുന്നു. 1820 ഇത് നടപ്പിലാക്കിയത്. ദക്ഷിണേന്ത്യൻ ഡെക്കാൻ പ്രദേശങ്ങളിലാണ് ഇത് നടപ്പിലാക്കി പോകുന്നത്. ഇത് നടപ്പിലാക്കിയവർ തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡുമായിരുന്നു. കർഷകരെയാണ് ഇവിടെ ഭൂവുടമകളായി പരിഗണിച്ചത്. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു പോന്നു. അടുത്തതായി നമ്മൾ പഠിച്ചത് മകൾവാരി സമ്പ്രദായമായിരുന്നു. 1822 ഇത് നടപ്പിലാക്കിയത്. നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് തുടങ്ങിയവയാണ്. ഇവിടെ ഒരു ഗ്രാമത്തെ മുഴുവൻ ഒരു യൂണിറ്റായി കണക്കിലാക്കി ഗ്രാമത്തലവനായിരുന്നു നികുതി ബ്രിട്ടീഷുകാർക്ക് നൽകി പോകുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. നമുക്ക് 1 മാർക്ക് ഇവിടെ നിന്ന് പഠിച്ചെടുക്കാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.